حمدا كثيرا طيبا مباركا لله الواحد القهار الجبار المهيمن الغفار وافر ذنب وقابل توبه بالكتاب اليه الاياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون ആദരണീയരായ വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തത്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ അല്ലാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചരിത്രത്തിൽ ഒരുപാട് മഹത്വങ്ങളും പ്രാധാന്യങ്ങളും ഉള്ളതാണ് മുഹറം എന്ന് പറയുന്ന മാസം. പദത്തിന്റെ തന്നെ അർത്ഥം നമുക്ക് അറിയാവുന്നതുപോലെ പവിത്രമായ മാസം, നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്നൊക്കെയാണ്. അള്ളാഹു പ്രത്യേകം ശ്രേഷ്ഠത കൽപ്പിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം എന്ന് പറയുന്നത്. മുഹറം മാസത്തിലാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-നാണ് ആശുറ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. പരിശുദ്ധ റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പാണ് ആശുറ, മുഹറം 10-ലെ നോമ്പ് എന്ന് പറയുന്നത്. നിർബന്ധപൂർവം എന്നതുപോലെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധം എന്നതുപോലെ വിശ്വാസികൾ മുസ്ലിങ്ങളിൽ അല്ലാത്തവരുമൊക്കെ അനുഷ്ഠിച്ചു പോകുന്ന നോമ്പാണ് ആശുറ. ചെറിയ കുട്ടികളെപ്പോലെ എന്തെങ്കിലുമൊക്കെ കളിവസ്തുക്കൾ കൊടുത്ത്, കളിപ്പാട്ടങ്ങൾ കൊടുത്ത് ആശുറ ദിവസം ഞങ്ങൾ നോമ്പ് പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ പറയുന്നത് നമുക്ക് കാണാം. നമ്മൾ എടുക്കുന്ന സുന്നത്തായ നോമ്പുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറെ ശ്രേഷ്ഠതയും മഹത്വവും ഉള്ളതാണ് ആശുറ, മുഹറം 10-ന്റെ ആശുറ നോമ്പ്. ആശുറയുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രമുണ്ട്. ലമ്മാ ഖദിമൽ മദീന എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനത്ത് വന്നപ്പോൾ മദീനയിൽ ജൂതന്മാർ മുഹറം 10 നോമ്പെടുക്കുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ദിവസത്തിന്, എന്താണ് മുഹറം 10 നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് അവർ പറഞ്ഞു ഉത്തരം, നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാമയെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് മുഹറം മാസത്തിൽ 10 ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂത സമൂഹം വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ അവരോട് പറഞ്ഞ മറുപടി, നിങ്ങളെക്കാൾ മൂസയോട് അലൈഹിസ്സലാം ഏറ്റവും അടുപ്പമുള്ളതും ബന്ധമുള്ളതും കടപ്പെട്ടവനും അവകാശപ്പെട്ടവനും ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അദ്ദേഹം മുഹറം 10 നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ അദ്ദേഹം മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കൂടെ നമുക്ക് നൽകിയ ഒരു അധ്യാപനം എന്ന് പറയുന്നത് ഇസ്ലാമികമായ ആചാരങ്ങളാണെങ്കിലും ആരാധനകളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ഒക്കെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടുന്നവയാണ്. മനുഷ്യരുണ്ടാക്കിയ ഏതെങ്കിലും കർമ്മങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ രീതികളോടോ അതിന് സാമ്യത ഉണ്ടായില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൽ ജൂതന്മാർക്ക് ഒരു പ്രത്യേക മതവിഭാഗം എന്നുള്ള നിലക്ക് അവർക്ക് നോമ്പനുഷ്ഠിക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തമാകാം ആ പദത്തിന് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രാധാന്യമാണ്. നമ്മുടെ കാലത്ത് അതിന് വലിയ പ്രാധാന്യമാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമാകാം മുഹറം 9 നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ താസുആഉം ആശുറാഉം എന്ന് പറയുന്നത്. 9 ആണ് താസുആ എന്ന് പറയുന്നത്. അശറ 10 ആണ് ആശുറാ. മുഹറം 9, 10 എന്ന തീയതികളാണ് താസുആ, ആശുറാ എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 ദിവസത്തെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അടുത്ത വർഷം ഉണ്ടെങ്കിൽ മുഹറം 9 കൂടി നോമ്പെടുക്കും എന്ന് റസൂൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറവേറ്റിയില്ല. അതിന് മുൻപ് വഫാത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഹറം 9, 10 ഞാൻ എന്റെ ഇന്നത്തെ സംസാരത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്, നമ്മൾ ഈ പവിത്ര മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മാസത്തിലെ 9, 10 മുഹറം 9, 10 സുന്നത്ത് നോമ്പെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ ജുമയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരും വലിയ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഹിജറയോടെ അതല്ലെങ്കിൽ മുഹറം മാസത്തോട് വലിയ ബന്ധമുള്ള ഒരു ചരിത്രമാണ് മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതില് മുഹറം മാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂസാ അലൈഹിസ്സലാമയെ അല്ലാഹു രക്ഷപ്പെടുത്തിയ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും അത്ഭുതകരമായ വിധത്തിൽ അല്ലാഹു വിമോചനം നൽകിയ ദിവസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു മനുഷ്യന്റെ സാധാരണ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള അത്ഭുതങ്ങളിലൂടെയാണ് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തുന്നത്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ. അല്ലാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഞാൻ തീർച്ചയായും എന്റെ ദൂതന്മാരെയും അവരിൽ വിശ്വസിച്ചവരെയും ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് അത്യത്ഭുതകരമായ വിധത്തിലാണ് രക്ഷപ്പെടുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവം എന്ന് ഞാൻ ബോധപൂർവ്വം പറഞ്ഞതാണ്. കാരണം മുഅ്ജിസത്തുകളെ, പരിശുദ്ധ ഖുർആനൊക്കെ പറയുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുണ്ട്.
മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തന്നെ അങ്ങനെ ചില ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അത് പ്രചാരത്തിലാകുന്നതിന് മുമ്പ്, പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് മുമ്പ്, അത് എഴുതുന്നതിന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായ ഒരു പരിഭാഷയാണ് CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷ. സത്യത്തിൽ CN അഹമ്മദ് മൗലവി പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചിടത്തുള്ള അബദ്ധങ്ങളെയും ദുർവ്യാഖ്യാനങ്ങളെയും അഖലാനിയത്തുകളെയും അദ്ദേഹത്തിന്റെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചിന്തക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ വ്യാഖ്യാനങ്ങളെയും ഒക്കെ അതിന്റെ വസ്തുത ബോധ്യപ്പെടുത്താനും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാനുമാണ് സത്യത്തിൽ മുഹമ്മദ് അമാനി മൗലവിയിലൂടെ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാരിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മലയാളത്തിൽ പരിഭാഷ ഇറങ്ങണം എന്ന് തീരുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തെ ഖണ്ഡിക്കാനാണ് CN അഹമ്മദ് മൗലവിയെയും അദ്ദേഹത്തിന്റെ വാദങ്ങളെയും അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയെ ഖണ്ഡിക്കാനാണ് അമാനി മൗലവിയുടെ പരിഭാഷ എന്ന് പറയുന്ന ഖുർആൻ മലയാള വിവർത്തനം എന്നൊരു ആശയം കേരളത്തിൽ ഉയർന്നു വരുന്നത്. അങ്ങനെ ഞാനിവിടെ പറയുന്നത് CN അഹമ്മദ് മൗലവി മൂസ അലൈഹിസ്സലാമയെ കുറിച്ച് നമ്മുടെ ഒരു വിശ്വാസത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം എന്താണ്? ഖുർആനിൽ അല്ലാഹു അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തന്നെയാണ് ഖുർആനിൽ നമ്മൾ കാണുക. നീ നിന്റെ വടി കൊണ്ട് സമുദ്രത്തെ അടിക്കുക എന്നാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വടി കൊണ്ട് ഒരു പുഴയിലോ നദിയിലോ കടലിലോ ഒക്കെ അടിച്ചിട്ട് അവിടെ ഒരു വഴി ഉണ്ടായി വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്തും ഒരു മനുഷ്യനോട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ്. അവിടെയാണ് നമുക്ക് വൈബിയായ അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഖുർആൻ അത് പറയുന്നു എന്നതുകൊണ്ട് മാത്രമാണ്, പരിശുദ്ധ ഖുർആൻ അതിനെ അങ്ങനെ പരാമർശിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നത്. ഖുർആൻ വളരെ കൃത്യമായി വടികൊണ്ട് അദ്ദേഹം സമുദ്രത്തിൽ അടിച്ചു എന്നും വെള്ളം തിരമാല രണ്ട് ഭാഗത്തേക്ക് പർവ്വതങ്ങൾ കണക്കെ ഇങ്ങനെ വെള്ളം ഉയർന്നു അതിന്റെ ഇടയിൽ ഒരു ഉണങ്ങിയ വടി, ഒരു നനവില്ലാത്ത വടി ഉണ്ടായി. മൂസ ഇസ്ലാമിയും അദ്ദേഹത്തിന്റെ അനുയായികളും വടിയിലൂടെ നടന്നാണ് അക്കരെ പറ്റിയതെന്നും അവരെ പിന്തുടർന്നുകൊണ്ട് ഫിറൗനും സൈന്യവും ആ നദിയിലേക്ക് ഇറങ്ങിയപ്പോ രണ്ട് ഭാഗത്തു നിന്നും വെള്ളം വന്ന് മൂടി അവരെ അതിൽ പെട്ട് മുങ്ങി മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പരിശുദ്ധ ഖുർആനും അതിന്റെ തഫ്സീറുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ CN അഹമ്മദ് മൗലവി കേരളത്തിൽ മലയാളത്തിൽ പറയാൻ ശ്രമിച്ചത് മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് നദിയിലിങ്ങനെ കുത്തി നോക്കിയിട്ട് ആഴല്ലാത്ത സ്ഥലങ്ങൾ നോക്കി തന്റെ അനുയായികളുമായി അപ്പുറം കടക്കുകയാണ് ഉണ്ടായത് എന്ന രീതിയിലാണ് CN അഹമ്മദ് മൗലവി ഈ മോചിസത്തിനെ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ ഈ ദൃഷ്ടാന്തത്തെ CN അഹമ്മദ് മൗലവി വിശദീകരിച്ചിട്ടുള്ളത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണകൾ നമുക്ക് ഉണ്ടാകണം. രണ്ട് അർത്ഥങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഒന്ന്, മോചിസത്തുകളെ നിഷേധിക്കുക, പ്രവാചകന്മാരിലൂടെ ഉണ്ടായ അത്ഭുതങ്ങളെ നിഷേധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഏത് അത്ഭുതം പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഏത് അത്ഭുതങ്ങളും നമ്മൾ പരിശോധിച്ചാലും പഠിച്ചാലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത സംഭവങ്ങൾ, അത്ഭുതങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആൻ 1400 കൊല്ലം മുമ്പ് ഇതുപോലൊരു ഗ്രന്ഥവും ഒരു ആശയവും ഒരു സിദ്ധാന്തവും ഒരു സന്ദേശവും ഉണ്ടാക്കിയെടുക്കുക എന്നത് അസാധ്യമാണ്. ലോകത്തിലെ മനുഷ്യനെ കൊണ്ടും ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഇതിന് സമാനമായ ഒരു മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ഊടും പാവും തൊട്ട് പറഞ്ഞ് വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. കുടുംബത്തെ പറ്റി പറയുക, മാതാപിതാക്കളെ പറ്റി പറയുക, മക്കളെ കുറിച്ച് പറയുക, സമ്പത്തിനെ കുറിച്ച് പറയുക, ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുക, പിശുക്കിനെ കുറിച്ച് പറയുക, രാജ്യത്തെ കുറിച്ച് പറയുക, യുദ്ധത്തെ കുറിച്ച് പറയുക, നമസ്കാരത്തെ കുറിച്ച് പറയുക, നോമ്പിനെ കുറിച്ച് പറയുക,
എല്ലാ വിഷയങ്ങളും മനുഷ്യർക്ക് ആവശ്യമായ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അവതരിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഇതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. ഇന്നും ലോകത്ത് അനേകം മഹാരഥന്മാരായ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അനേകം വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഖുർആനിന് സമാനമായ, പരിശുദ്ധ ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. മാർക്സിസം എന്ന് പറയുന്ന ഒരു ദർശനം ലോകത്തുണ്ട്. നിങ്ങൾ ഈ കേരളത്തിലെ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നതൊരു മെമ്പറിന്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് മാർക്സിസം എന്ന് പറയുന്ന ഒരു ദർശനത്തെ കുറിച്ചാണ്. അത് എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് 12ഓളം ലോകഭാഷകളിൽ മഹാപാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരാളാണ് മാർക്സിസം എന്ന് പറയുന്ന ദർശനത്തിന് ലോകത്ത് രൂപം കൊടുക്കുന്നത്. 12ഓളം ലോകഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന, നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ ഒരു സിദ്ധാന്തത്തിന് രൂപം കൊടുത്ത മാർക്സിസം എന്ന് പറയുന്ന ഒരു ദർശനം ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് എഴുതപ്പെട്ട, രചിക്കപ്പെട്ട, പിറന്ന ദർശനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ ദർശനമാണ് മാർക്സിസം എന്ന് പറയുന്ന ദർശനം. പക്ഷേ മാർക്സിസം മനുഷ്യനോട് കുടുംബത്തെ കുറിച്ച് പറയും, കുടുംബ ജീവിതത്തെ കുറിച്ച് പറയും, മാതാപിതാക്കളെ കുറിച്ച് പറയും, അനന്തരാവകാശത്തെ പറ്റി പറയും, സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് പറയും, ഇടപാടുകളെ കുറിച്ച് പറയും, കടബാധ്യതയെ കുറിച്ച് പറയും. ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഹാത്ഭുതമാണ്. നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ഭുതമായി ലോകത്ത് നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ മുഅ്ജിസത്തുകളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അപ്പോഴാണല്ലോ അത് അത്ഭുതമാവുക, അപ്പോഴാണത് അത്ഭുതമാവുക. ആ അത്ഭുതങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമയും അനുചരന്മാരും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അവര് ചെങ്കടലിന്റെ സമീപത്തെത്തുകയാണ്. നിരാശയോടുകൂടെ അനുയായികൾ ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ നെല്ലിപ്പടിയിൽ ചെന്ന് ഇങ്ങനെ മുട്ടിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും, സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാവും, കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഒരുപാട് മേഖലകളിൽ ഇനി എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നമ്മളിങ്ങനെ മിഴിച്ചു നിൽക്കുന്ന, അന്തം വിട്ട് നിൽക്കുന്ന ഘട്ടങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാലെ നമ്മള് ഫിർഔനിന്റെ പിടുത്തത്തിൽപ്പെട്ട നമുക്ക് മരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾക്ക് സമുദ്രത്തിൽ ചാടി മരണപ്പെടണം, അതല്ലെങ്കിൽ ഫിറൗന്റെ സൈന്യത്തിന് പിടികൊടുത്തിട്ട് അങ്ങനെ മരണം വരിക്കാം. എന്തായാലും ആത്യന്തികമായി നമ്മൾ നശിക്കുക. ഇന്നാലെ നമ്മൾ നശിച്ചത് തന്നെ, നമ്മൾ തീർന്നത് തന്നെ, അവസാനിച്ചു എന്ന് പറഞ്ഞിടത്താണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് സമുദ്രത്തിൽ അടിക്കാൻ വേണ്ടി പറയുന്നത്. അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. സെക്കൻഡുകൾ കഴിയുമ്പോ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകും. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് അത് അറിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിശ്വാസം ഉണ്ടാകും, ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് നിറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം, വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഏത് തരത്തിലുള്ള അദൃശ്യ കാര്യങ്ങളാണെങ്കിലും അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്കൊക്കെ അത് അറിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിൽ ഇന്നും വലിയൊരു ശതമാനം ആളുകൾ. മൂസാ നബി അലൈഹി ഇസ്ലാം നമ്മളൊക്കെ പിടിക്കപ്പെട്ടു, എല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് എന്ന് പറയുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത്, എന്റെ വടി, ഈ കയ്യിലെ വടിയുണ്ട്, സമുദ്രത്തിൽ അടിച്ച് ഇവിടെ വടി ഉണ്ടാവും, നമ്മളൊക്കെ ഇറങ്ങി രക്ഷപ്പെടും എന്നല്ല പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ എന്താ? നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിരാശ പ്രകടിപ്പിക്കരുത്. ഇന്ന മഈ റബ്ബി, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ. അതൊരു വല്ലാത്ത വാക്കാണ്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയണം. നമുക്കൊരു പ്രതിസന്ധി വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഭാര്യ നിരാശയുടെ വാക്ക് നമ്മളോട് പറയും, നമുക്ക് എന്താണ്, എന്തൊരു മാർഗം, നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വഴിയുള്ളത്, നമ്മുടെ കുട്ടികളും എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ നിരാശപ്പെടുമ്പോ മൂസാ അലൈഹി ഇസ്ലാം അനുയായികളോട് പറഞ്ഞ വാക്ക് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരോട് പറയാൻ പറ്റണം. നിരാശപ്പെടരുത്, നിരാശയുടെ വാക്ക് പറയുന്നത്. കാരണം നമ്മൾ വിശ്വാസികളാണ്, നമ്മുടെ വിശ്വാസികളാണ്. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഇത് നമ്മുടെ ഈമാനിന്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഒരു ഈമാൻ നമുക്ക് വന്നാൽ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒരു അതിര് വിട്ട്
പരിധി വിട്ട് സങ്കടപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല. വേദനകൾ മധുരമായി മാറി, സങ്കടങ്ങൾ സമാധാനമായി മാറി. എന്താണോ പ്രതിസന്ധി അത് നമ്മുടെ മുമ്പിൽ പുതിയ പുതിയ വാതിലുകളായി മാറുന്ന സാഹചര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാവും. പക്ഷെ എന്ത് വേണം? ഇങ്ങനെ കടുത്തൊരു ഈമാൻ വേണം. ഒന്നും കാണാനില്ല, ഒരു മാർഗവും മുമ്പിലില്ല, ഒരു വഴിയും മുമ്പിലില്ല. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് നിരാശയുടെ വാക്ക് പറയുന്നത് മരണമാണ്. ഒന്നുകിൽ ഫിർഔന്റെ കയ്യിൽപ്പെട്ട് മരിച്ചു പോവുക, അല്ലെങ്കിൽ സമുദ്രത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോവുക, നശിച്ചു നമ്മൾ. അങ്ങനത്തെ നിരാശയുടെ വാക്ക് പറയുന്നത് എന്താ കാരണം? ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, പടച്ചോന്റെ കൂടെ ഉണ്ട്. നമുക്ക് ഏത് സന്ദർഭത്തിലും ഞാൻ പറയാൻ കഴിയാം, വലിയ കടബാധ്യത വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് നിലയില്ലാ കയങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അയാളുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? അയാളുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? ആളുകൾ സാധാരണഗതിയിൽ കടബാധ്യത വരുമ്പോ മക്കൾക്ക് വിഷം കൊടുത്ത് ഭാര്യയെ കൊണ്ട് അത് കുടിപ്പിച്ച് അയാളെ കുടിച്ച് അല്ലെങ്കിൽ കയറിൽ തൂങ്ങി അയാൾ മരിക്കുക. എത്ര കുടുംബങ്ങളിൽ നമ്മൾ അങ്ങനെ കാണുന്നത്? ആത്മഹത്യ ചെയ്തു, കുടുംബസമേതം മക്കൾക്കൊക്കെ വിഷം കൊടുത്തിട്ട് ഭാര്യയും ഭർത്താവും വിഷം കുടിച്ച് കയറിൽ തൂങ്ങിയോ ഒക്കെ മരണപ്പെടും. എത്ര കുടുംബങ്ങളാണ് സാമ്പത്തിക ബാധ്യത വന്നിട്ട് കടബാധ്യതയിൽപ്പെട്ടിട്ട് അവിടെ അവരുടെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നത്തിൽപ്പെട്ട് അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ദുരന്തവും ദുരിതവും അനുഭവിക്കുമ്പോ ഇനി ഇതല്ല, മരണമല്ല നമ്മുടെ മുമ്പിൽ വേറൊരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം മനുഷ്യ ജീവിതത്തിലൊക്കെ അങ്ങനെ വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾക്കും ആദർശ പ്രബോധന രംഗത്ത് മാത്രമല്ല, നമ്മുടെ നിത്യ ജീവിതത്തിൽ സാധാരണ ഘട്ടത്തിൽ അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ അഭിമുഖീകരിക്കും. ഒരു വഴിയുമില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? നമ്മുടെ ഈമാൻ എന്താണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്? നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് എന്താ തോന്നേണ്ടത്? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോ, പടച്ചവനോട് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞപ്പോ, ഈമാനുള്ള, നമസ്കാരമുള്ള, ഇസ്ലാമിക ബോധമുള്ള ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു വർത്തമാനമാണ് എന്ത് പ്രാർത്ഥന. നമുക്കിപ്പോ ഇതൊക്കെ എനിക്ക് മിമ്പറിൽ നിന്നിട്ട് ഞാൻ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോ ശരിയാണ്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, എന്റെ റബ്ബ് മാർഗം കാണിച്ചു എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇപ്പൊ എന്ന് പറയാം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഒരു വാതിലും തുറന്നു കിട്ടുന്നില്ല എന്ന് 100% എല്ലാം അടഞ്ഞു. കുടുംബക്കാർ കൂടെയില്ല, കൂട്ടുകാർ കൂടെയില്ല, നാട്ടുകാർ കൂടെയില്ല, സഹായിക്കാൻ ആരുമില്ല, ഞാനിതാ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ അങ്ങനെ അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്റെ കൂടെ റബ്ബുണ്ട്, എന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു വഴി, ഒരു മാർഗം എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരാതിരിക്കില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു ഈമാൻ, അത്തരത്തിൽ ബലമുള്ള ഒരു വിശ്വാസം എന്റെ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രതിസന്ധിയും ചെന്നപ്പെട്ട് അകപ്പെട്ട് നമ്മൾ ഉടലുന്ന സാഹചര്യം ഉണ്ടാവില്ല. നമുക്കൊരിക്കലും വേദന ഉണ്ടാവില്ല, സങ്കടപ്പെടേണ്ടി വരില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് കുടുങ്ങി രക്ഷപ്പെടാനാകാതെ നശിച്ചു പോകുന്ന ഒരവസ്ഥ അതൊരു വിശ്വാസിക്കുണ്ടാവില്ല. എന്താ കാരണം? ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ റബ്ബുണ്ട്, നമ്മളുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്, അല്ലാഹ് എന്ന് വിളിക്കുന്നവരാണ്, സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കുന്നവരാണ്, പടച്ചവനുണ്ട് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്നവരാണ്. മരിച്ചു ചെന്നാൽ റബ്ബിന്റെ മുമ്പിലേക്കാണ് ചെല്ലുക എന്ന ബോധ്യമുള്ളവരാണ്. ആ ബോധ്യമുള്ളത് കൊണ്ട് കഴിയുന്നത്ര അല്ലാഹുവിനെ ഭയപ്പെട്ടും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്താനും നന്നാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ഇവിടെ മൂസാ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധികളിൽ നമ്മൾ ഇങ്ങനെ തന്നെ പറയാം. ഇതേ നമ്മളുടെ വായിൽ നിന്ന് നമ്മളിൽ നിന്ന് ഉണ്ടാകാവും. ഇതൊരു വാക്കാണ്, ഇതൊരു നിലപാടാണ്. ഇന്ന മഈ റബ്ബി എന്ന് പറയുന്നത് ഒരു വെറും വർത്തമാനമല്ല, ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്. എന്റെ കൂടെ റബ്ബുണ്ട്, ഒരിക്കലും എന്റെ റബ്ബിനെ കൈവിടുകയില്ല എന്ന ഉറപ്പാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാനമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു ഘട്ടമാണ് സഹോദരങ്ങളെ.
നമ്മുടെ ഈമാനിനെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഇനിയും അതിനെങ്ങനെ പുഷ്ടിപ്പെടുത്തണം. അതിന് വെള്ളവും വളവും കൊടുത്തിട്ട് നമ്മുടെ പണത്തിലുള്ള നമ്മുടെ വിശ്വാസവും തവക്കലുണ്ടല്ലോ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാം. എന്ത് പ്രശ്നങ്ങളിലും അല്ലാഹുവോട് പറയാം, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാം, അല്ലാഹുവോട് ചോദിക്കാം, അല്ലാഹു കൂടെ ഉണ്ടാവും എന്നുള്ള നമ്മുടെ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസം എപ്പോഴും നമ്മൾ വെള്ളവും വളവും കൊടുത്തിങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഹിജ്റയുടെ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ അല്ലാഹു റസൂല് അപകടത്തിൽപ്പെടുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ശത്രു കൺമുന്നിൽ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയാം. അല്ലാഹു റസൂൽ എങ്ങാനും എന്റെ സാന്നിധ്യത്തിൽ വെച്ച് ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടാലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെടുക. അപ്പോഴാണ് അദ്ദേഹം കരഞ്ഞു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ, താങ്കൾ രണ്ടാളെ പറ്റി, രണ്ടാളുകളെ കുറിച്ച് താങ്കളുടെ ധാരണ എന്താണ്? വല്ലാഹു സാലിസുഹുമാ, അവരിൽ മൂന്നാമൻ അല്ലാഹുവാണ്. രണ്ടാളെ പറ്റി അബൂബക്കർ താങ്കൾ എന്താ വിചാരിച്ചത്? രണ്ടാളെ കുറിച്ച് വല്ലാഹു സാലിസുഹുമാ, ആ രണ്ടാളുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? അവരിൽ മൂന്നാമൻ അല്ലാഹുവാണ്. ആ രണ്ടാളെ കുറിച്ചാണോ കരയുന്നത്? ആ രണ്ടാളെ പറ്റി ചിന്തിച്ചിട്ടാണോ കണ്ണു നിറയുന്നത്, ആശങ്കപ്പെടുന്നത്, അസ്വസ്ഥത തോന്നുന്നത്? മൂന്നാമനായി അല്ലാഹ്, നമ്മളും ഭാര്യ ഒറ്റക്കല്ല. മൂന്നാമതായി എന്റെയും എന്റെ ഭാര്യയുടെയും കൂടെ അള്ളയുണ്ട്. ഞങ്ങൾ 5 പേരും മക്കളും ഞങ്ങൾ കുടുംബവും ഒറ്റക്കല്ല, ഞങ്ങളിൽ 6ാമനായി അള്ളയുണ്ട് എന്ന് പറയുന്ന, അങ്ങനെ ബോധ്യം വരുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു സൂക്ഷിക്കുന്ന, അല്ലാഹു ഭരമേൽപ്പിക്കുന്ന, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു അനുസരിച്ച് പാലിച്ചു ജീവിക്കുന്ന സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, സദ്വൃത്തവാന്മാരെ കുടുംബസമേതം അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 12ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 87ാമത്തെ ആയത്തിൽ കാണാം, ലാ തൈബസു മിർ റൗഹില്ലാഹ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അല്ലാഹുവിൽ നിന്നുണ്ടാകുന്ന ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യഖ്സു മിർ റൗഹില്ലാഹി ഇല്ലാ ഖൗമി കാഫിർ, കാഫിറിനാണ് അല്ലാഹുവിനെ കുറിച്ച് പ്രതീക്ഷ ഇല്ലാതിരിക്കുക. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഈമാനിന്റെ കൂടെ അല്ലാഹുവിനുള്ള പ്രതീക്ഷ ഉണ്ടാവും. നമുക്ക് ഒരു മുസ്ലിം എന്നുള്ള നിലക്കുള്ള ഒരു വിശ്വാസം, ഒരു മുഅ്മിൻ എന്നുള്ള നിലക്കുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഉറപ്പ് നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സിനകത്ത് ഒരു ബലം ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും, ഒരു ഉറപ്പുണ്ടാവും. നിരാശ ഒരിക്കലും, നിരാശപ്പെടുക എന്നതൊരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പ്രതീക്ഷകളിലൂടെ ജീവിക്കുക. നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. നമുക്കൊരു വലിയ പ്രതിസന്ധി വന്നിരിക്കുന്നു, വലിയ പ്രശ്നത്തിലാണ്, ഇനി ഒരു രക്ഷ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ആളുകൾ നിരാശപ്പെടുത്തുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, ഇനി അവർക്ക് ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കക്ഷികളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നിരാശ പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ മുസ്ലിമിന്റെ അജണ്ടയിൽ ഇല്ലാത്ത, ഒരിക്കലും ഉണ്ടാകേണ്ടതില്ലാത്ത ഒരു കാര്യമാണ് നിരാശ എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഉണ്ടാകരുത്, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, മക്കളുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, സമുദായവുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്. ഒരു വിശ്വാസിക്ക് അയാളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും നിരാശപ്പെടേണ്ടെന്ന, ഒക്കെ കൈവിട്ടു പോയല്ലോ, ഇല്ലാതായി പോയല്ലോ, തകർന്നു പോയല്ലോ, നശിച്ചു പോയല്ലോ എന്ന വേവലാതിപ്പെടുന്ന ഒരു സാഹചര്യമേ ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. മറിച്ച് നമ്മൾ ഏത് ഘട്ടത്തിലും എങ്ങനെയൊക്കെ തടഞ്ഞു തകർന്ന് വീണാലും അവിടുന്ന് ഉയർന്നു പൊങ്ങി വരാൻ മാത്രമുള്ള കരുത്ത് അല്ലാഹു നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ ഈമാൻ കൊണ്ട് നമുക്ക് നൽകുന്നുണ്ട് എന്ന പാഠമാണ്
പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. ഹിജ്റ അതാണ് നമ്മളോട് പറയുന്നത്. അതേ സന്ദേശമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയെ നൽകുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് മനുസരിച്ചും പാലിച്ച് ജീവിക്കുകയും ചെയ്യുക. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലെ നോമ്പിന്റെ കാര്യം ഞാൻ ആരംഭത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരം തുടങ്ങിയത്. വളരെ പ്രബലമായ സുന്നത്താണ് മുഹറം 10ന്റെ നോമ്പ് 9 നോമ്പെടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. പ്രബലമല്ലാത്ത സുന്നത്തല്ലാത്ത ബിദ്അത്തായ ദീനിലില്ലാത്ത നോമ്പുകൾക്ക് ആളുകൾ വലിയ പ്രചാരം, അത് ആൾക്കാർ ഇങ്ങനെ വലിയ പ്രാധാന്യത്തോടുകൂടെ കൊണ്ടുനടക്കുക. ഇപ്പോ ഷഅബാൻ 15 ഷഅബാൻ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നോമ്പെടുക്കും. അതിന് ദീനിലൊരു അടിസ്ഥാനമില്ലല്ലോ. സത്യത്തിൽ ദീനിൽ അടിസ്ഥാനപരമായ ഒരു തെളിവ് പ്രമാണമില്ലാത്ത ബറാത്ത് നോമ്പ് ആൾക്കാർ എടുക്കും. അതിന് വലിയ പബ്ലിസിറ്റി ഉണ്ടാവും, വലിയ പ്രചാരം ഉണ്ടാവും. വളരെ കൃത്യമായ റസൂൽ പറഞ്ഞ തന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്ന നമ്മളെ പ്രേരിപ്പിച്ച വളരെ പ്രബലമായ ഒരു സുന്നത്താണ് മുഹറം 10ന്റെ സുന്നത്ത് നോമ്പ്. അത് പ്രാധാന്യത്തോടുകൂടെ കാണുക. കഴിയുന്ന ആളുകൾ 9-നും 10-നും തന്നെ നോമ്പെടുക്കുക. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ നല്ല മനുഷ്യർ സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് ഉത്തമമാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പിരിഞ്ഞുപോയ മാതാപിതാക്കളായ സഹോദരി സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ പരലോക സ്വർഗത്തിൽ ഒത്തുകെട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാൻ ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ അല്ലാഹുവിന്റെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.